ഹായ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വർഷം +1 ജോയിൻ ചെയ്തവരാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ തന്നെയാണോ കിട്ടിയത്? അല്ല സയൻസ് വേണമെന്ന് ആഗ്രഹിച്ച് കൊമേഴ്സ് കിട്ടിയവരാണോ? അല്ല കൊമേഴ്സ് വേണമെന്ന് ആഗ്രഹിച്ച് സയൻസോ ഹ്യൂമാനിറ്റീസോ കിട്ടിയവരാണോ? പലർക്കും ആഗ്രഹിച്ച കോഴ്സോ ആഗ്രഹിച്ച സ്കൂളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടേക്ക് മാറാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറാൻ പറ്റും. ഉദാഹരണം, നിങ്ങളിപ്പോൾ സ്കൂളിൽ ജോയിൻ ചെയ്തു, അവിടെ സയൻസ് ആണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ കൊമേഴ്സാണ് കിട്ടിയത്. ആ സ്കൂളിൽ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് മാറാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ഒരുപാട് ദൂരെയുള്ള സ്കൂളാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ, നിങ്ങൾ അർഹരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്കും കിട്ടും. അതിനുള്ളൊരു അവസരമാണ് ഇപ്പോൾ. 1-ാം വർഷ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ള മെറിറ്റ് വേക്കൻസിക്കൊപ്പം മലപ്പുറം, കാസർഗോഡ് ജില്ലയിൽ പുതുതായി അനുവദിച്ച 138 താൽക്കാലിക ബാച്ചിലേക്കുള്ള വേക്കൻസിയും ചേർത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മെറിറ്റ് കോട്ടയിൽ ഏകജാലക സംവിധാനത്തിൽ അഡ്മിഷൻ നേടിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാറ്റത്തിന് നൽകാൻ സാധിക്കും. ഒറ്റക്കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രവേശനം നേടിയ ജില്ലക്കകത്തുള്ള സ്കൂൾ തന്നെ ആയിരിക്കണം. പക്ഷേ മുമ്പ് ആ സ്കൂൾ ഓപ്ഷനിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മുമ്പ് നിങ്ങൾ സയൻസ് മാത്രം കൊടുത്തു, ഇപ്പോൾ സയൻസ് പറ്റൂല, ഭയങ്കര ടഫാണ്, പ്രയാസമാണ്, കൊമേഴ്സ് കിട്ടിയാൽ നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ, മുമ്പ് കൊമേഴ്സിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പുതിയ കോമ്പിനേഷൻ ചേർക്കാൻ പറ്റും. നിങ്ങൾ ആദ്യത്തെ അലോട്ട്മെന്റ് സമയത്ത് കൊടുത്ത സ്കൂൾ തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ പുതുതായിട്ട് പുതിയ സ്കൂളും കൊടുക്കാം, പുതിയ കോമ്പിനേഷനും കൊടുക്കാം. വേക്കൻസി ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് എവിടെയൊക്കെ എത്രയൊക്കെ വേക്കൻസി ഉണ്ട്. ഇനി എവിടെയെങ്കിലും വേക്കൻസി ഇല്ല, ആ സ്കൂളിൽ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സ്കൂൾ ആദ്യത്തെ ഓപ്ഷനായിട്ട് കൊടുക്കാം. കാരണം ഇപ്പൊ നിങ്ങളുടെ സ്കൂൾ മാറ്റത്തിനൊക്കെ അപേക്ഷിക്കുമ്പോൾ ആ സ്കൂളിൽ ചിലപ്പോൾ വേക്കൻസി വന്നേക്കാം. അങ്ങനെ അവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് നടന്ന അലോട്ട്മെന്റിൽ 1-ാമത്തെ ഓപ്ഷൻ കൊടുത്തു, അതിൽ തന്നെ പ്രവേശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാറാൻ പറ്റൂല. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി, മാനേജ്മെന്റ്, അൺഎയ്ഡഡ് ഈ കോട്ടകളിൽ പ്രവേശനം നേടിയവർക്കും മാറാൻ സാധിക്കില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, മാറ്റം ആവശ്യപ്പെടുന്ന സ്കൂളിൽ ആദ്യം അപേക്ഷയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപേക്ഷ നൽകുമ്പോൾ മുൻഗണനാ ക്രമത്തിലായിരിക്കണം. നിങ്ങൾ ചേരുമെന്ന് ഉറപ്പുള്ള സ്കൂള്, അത് പഠിക്കാമെന്ന് ഉറപ്പുള്ള കോമ്പിനേഷൻ, ഇതിലേക്ക് മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. കാരണം കിട്ടിയാൽ പഠിക്കൽ നിർബന്ധമായി. മാറാൻ ആഗ്രഹിക്കുന്ന ഏത് സ്കൂളിലേക്കും അവിടെ ഇപ്പോൾ വേക്കൻസി ഇല്ലെങ്കിലും അപേക്ഷിക്കാൻ പറ്റും. വേക്കൻസി വിവരങ്ങളൊക്കെ വെബ്സൈറ്റിൽ നോക്കി മനസ്സിലാവും. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മറ്റന്നാൾ ജൂലൈ 19 ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനുശേഷം വരുന്ന വേക്കൻസിയും മറ്റു വിശദാംശങ്ങളൊക്കെ ജൂലൈ 22-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രസിദ്ധീകരിക്കുന്ന 2-ാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ഈ കാണുന്ന വെബ്സൈറ്റിൽ അപ്ലൈ ഫോർ സ്കൂൾ ബാർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്കൂൾ മാറാൻ ആഗ്രഹമുള്ള ആളുകൾ, കോമ്പിനേഷൻ മാറാൻ ആഗ്രഹമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക. വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.